Hi friends, ഞാൻ സുരേഷ് നടൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ SK യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ്. എൻ്റെ ചാനലിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ടു ഗ്രോ യൂട്യൂബ് ചാനൽ, ഏൺ ദ മണി. യൂട്യൂബിൻ്റെ അപ്ഡേറ്റ്സ്, യൂട്യൂബിന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന SEO, കീവേഡ്സ്, തംബ്നെയിൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ തംബ്നെയിൽ ഉണ്ടാക്കുന്നത് പിക്സൽ ആപ്പിലാണ്. ഹൗ ടു മേക്ക് എ കസ്റ്റം തംബ്നെയിൽ. ഫുൾ HD ക്വാളിറ്റിയിൽ നമുക്ക് ഒരു തംബ്നെയിൽ ഉണ്ടാക്കിയെടുക്കാം പിക്സൽ ആപ്പിൽ. വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് പോകാം. വരും. തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനാണ് പിക്സൽ ആപ്പ്. അത് നമ്മൾ ഇത് ചെയ്യണം, പ്ലേ സ്റ്റോറിൽ പോയിട്ട് പിക്സൽ ലാബ് നടിച്ചാൽ മതി. പിക്സൽ ലാബ് നടിക്കുമ്പോൾ കിട്ടും. ഞാൻ ആൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലൊരു സ്ക്രീൻ വരും. അപ്പോൾ നമുക്ക് യൂട്യൂബിന് തംബ്നെയിൽ കൊടുക്കാനാണ്. അപ്പോൾ ഇവിടെ ഈ 3 ഡോട്ട് കണ്ടോ, ഈ 3 ഡോട്ട് ഉണ്ടല്ലോ, ഈ 3 ഡോട്ട്. അപ്പൊ ഈ 3 ഡോട്ടില് നമ്മളെ താക്കുമ്പോഴ് ഇമേജ് സൈസ് കണ്ടല്ലോ, ഇമേജ് സൈസിൽ താക്കുക. ഇമേജ് സൈസിൽ താക്കപ്പോഴ് ഇതേപോലെ കസ്റ്റംസ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ വന്ന് കിടക്കണില്ല. അതിൽ നമ്മൾ താക്കുമ്പോൾ തംബ്നെയിൽ കിട്ടും. അഞ്ചാമത്തത് തംബ്നെയിൽ താക്കുക. ഇവിടെ 1280-720 കിട്ടി. ഇതിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ തംബ്നെയിൽ സൈസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ഇപ്പോൾ ആവശ്യമില്ല. ഈ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതാ ഇവിടെ ഡിലീറ്റ് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കളർ മാറ്റണം. കളർ മാറ്റാൻ വേണ്ടി ഇവിടെ കാണുന്നില്ല, ഇതാ ഇതിൽ താക്കുക. ഇവിടെ താക്കപ്പോഴ് ഇതാ ഈ അറ്റത്ത് ഇതാ കളർ വന്നു കഴിഞ്ഞു. കളർ നമുക്ക് ഇവിടെ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. കളർ ഇതിൽ മാറും. ഏത് കളർ വേണോ കൊടുക്കാം. അതല്ല എങ്കിൽ അതിൻ്റെ താഴെ കാണാമല്ലോ, ഇത് ഇതാക്കും ഗ്രേഡിയൻറ്റ്. അപ്പൊ ഗ്രേഡിയൻറ്റിൽ ആയപ്പോൾ ഇതേപോലെ നമുക്ക് കളറുകൾ കൂടെ കാണാം. ഇതേപോലെ ഇത് സെലക്ട് ചെയ്യുക. ഈ കളറും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കളറ് നമുക്ക് ഇതേപോലെ വരും. ഇത് വരും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിലെത്താത്ത് അവിടെ കളർ ഇതേപോലെ നമുക്ക് കളർ മാറ്റാം. ഏത് കളർ വേണോ നമുക്ക് എടുക്കാം. സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ കളർ കിട്ടും. അപ്പോൾ കളർ ഓക്കെ ആയി. ഇനി നമുക്ക് ഇവിടെ ഇതിൽ ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ തംബ്നെയിലിൽ ആവശ്യമായ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോ നമ്മൾ ഈ മുകളിൽ കാണുന്ന പ്ലസ്സിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ ഇമ്പോർട്ടൻറ്റ്, ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് അല്ല, ഇമ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഏത് ഫോട്ടോ വേണോ ഗാലറിയിൽ പോയിട്ട് ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നു.
അത് നിങ്ങൾ ക്യാമറയിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ക്യാമറയിൽ പോയിട്ട് ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. എവിടെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യുന്നു, നമ്മൾ ടിക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ മൊത്തം വേണ്ട എങ്കിൽ നമുക്ക് ആ രീതിയിൽ മാറ്റാം. ഇനി ഇതിനെ തന്നെ, ഈ ഫോട്ടോയിൽ തന്നെ നമുക്ക് കളർ കൊടുക്കാം. അതിൽ കൂടെ കളർ കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ കണ്ടോ, കളർ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്, കാണിച്ച് കളർ ഫിൽറ്റേഴ്സ്. കളർ ഫിൽറ്റേഴ്സിൽ താക്കുക. കളർ ഫിൽറ്റേഴ്സിൽ താക്കുമ്പോൾ നമുക്ക് കളറുകൾ മാറ്റാം. ഫോട്ടോയിൽ കൂടെ നിങ്ങൾ നോക്കിയാൽ മതി. ഉണ്ടോ, കളർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. വ്യത്യാസമായിരിക്കും. ഇതാ, അപ്പം അത്ര ക്ലിയർ അല്ല. ഷർട്ടിൻ്റെ കളർ മാറുന്നുണ്ടോ? അപ്പോൾ ഏത് രീതിയിലുള്ളതും ചെയ്യാം. അപ്പോൾ ഇത് ഫോട്ടോ ഫുള്ള് കൊടുക്കുകയാണെങ്കിൽ ഫോട്ടോ നമുക്ക് ഇതേപോലെ ഫുൾ സെലക്ട് ചെയ്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് ടെസ്റ്റ് എഴുതണം. ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഈ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ ഒരു പ്ലസ് മാർക്കുണ്ട്. ഈ പ്ലസ്സിൽ പോകുമ്പോൾ ഏറ്റവും ടോപ്പിൽ കണ്ടോ ടെസ്റ്റ്. അപ്പൊ ടെസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി ടെസ്റ്റ് എടുക്കുക. 2 പ്രാവശ്യം ഇത് കഴിഞ്ഞാൽ ടെസ്റ്റ് വരും. അപ്പൊ ഈ ടെസ്റ്റ് 2 രീതിയിൽ ഡിലീറ്റ് ചെയ്യുക. ഇത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ഡിലീറ്റായി. ഇനി നമ്മളവിടെ ടെസ്റ്റ് എഴുതുന്നു. ഇവിടെ എഴുതുന്നു ടപ്പിയോക്ക ഫോർ കിച്ചൺ. ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് അതിന് കളർ കൊടുക്കണം. കളർ കൊടുക്കാൻ നേരത്തെ നമ്മൾ ടെസ്റ്റ് ആണല്ലോ, അപ്പൊ ടെസ്റ്റിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കളർ വന്നു. ഇവിടെ കളർ നമുക്ക് ഏത് കളർ വേണോ കൊടുക്കാം. ഞാൻ അവിടെ യെല്ലോ കൊടുക്കുന്നു. യെല്ലോ കൊടുത്ത ശേഷം ഓക്കെ കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ ടെസ്റ്റിന്റെ കളർ നമ്മളിപ്പം യെല്ലോ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യണം. അതിനെന്ത് വേണം, ഇവിടെ സ്ട്രോക്ക് വന്നു കണ്ടോ. സ്ട്രോക്ക്, ഷാഡോ, ഇന്റർ ഷാഡോ. അപ്പൊ നമുക്ക് വന്നിട്ട് സ്ട്രോക്കിൽ ഇത് ഇനേബിൾ ചെയ്യണം. ഇനേബിൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കളർ വരുന്നു. ഞാൻ ബ്ലാക്ക് എടുക്കുന്നു. ബ്ലാക്ക് സെലക്ട് ചെയ്തു. ഇനി അതിൻ്റെ സ്ട്രോക്ക് വിഡ്ത്ത് ഉണ്ടോ, ഈ സ്ട്രോക്ക് വിഡ്ത്ത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കും. ഇനി നമുക്ക് ഷാഡോ അത് ഇനേബിൾ ചെയ്യുന്നു. ഞാൻ അവിടെ ബ്ലാക്ക് കൊടുക്കുന്നു. നമുക്ക് അതിൻ്റെ ബ്ലർ റേഡിയസ് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. താഴോട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് ഇത് ഇനേബിൾ ചെയ്തിട്ട് ഇതാ ഓഫ്സെറ്റ് ഇത് കൂട്ടുകയും കുറയ്ക്കും. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഷാഡോ ഷാഡോ മാറ്റം നമ്മൾ മനസ്സിലായല്ലോ. ഇതാ നോക്കി അല്ല, ബ്ലാക്ക് മുകളിലോട്ടും താഴോട്ടും പോകുന്നു. അപ്പൊ ഏത് രീതിയിൽ വേണോ ഇത് ചെയ്യുക. അതിനുശേഷം ടിക്ക് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ പൊസിഷൻ മാറ്റണം. ഒരു പൊസിഷൻ വന്നിട്ടുണ്ട് ആണോ, മുകളിലും താഴോട്ടും ആരോ
ഇതിലിതാക്കുന്നു. ഏത് സ്ഥലത്ത് വേണോ നമുക്ക് കൊണ്ടുപോകാം. ഇവിടെ റൈറ്റ് കൊടുത്താൽ ഇത് റൈറ്റിൽ വരും. ഈ രീതിയിൽ എവിടെ വേണോ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സെൻട്രലാണെങ്കിൽ സെൻട്രലിൽ ഞാൻ വെച്ചിട്ട് താഴത്തിൽ ഇവിടെ വരും. അവിടെ നമ്മൾ ടിക്ക് കൊടുത്തു. രണ്ടാമത് നമുക്ക് മാനുവലായിട്ട് ഇതിനെ മുകളിലോട്ട് താഴോട്ട് നോക്കാം. ഈ ആരെ കൂടി മുകളിലോട്ട് താഴോട്ട് നോക്കാം. ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ ടെസ്റ്റിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഇപ്പം ബ്ലാക്ക് ആണ്. അവിടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. വേണമെങ്കിൽ വൈറ്റ്, ബ്ലൂ, ഏത് കളർ വേണോ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതിനെ സേവ് ചെയ്യണം. ഈ ത്രീ ഡോട്ടിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ഇമേജിൽ തക്കുക. ഇവിടെ നമുക്ക് കസ്റ്റം 128070 അതൊക്കെ. ഇനി ഈ കസ്റ്റമിൽ നമ്മളിവിടെ ഈ ആരോ കണ്ടോ, ഈ ആരോയിൽ താക്കുമ്പോൾ നമ്മളുടെ ചോദിക്കുന്നുണ്ടോ ഡിഫാൾട്ട് വേണോ, കസ്റ്റം വേണോ, ലോ വേണോ, മീഡിയം, ഹൈ, വെരി ഹൈ, അൾട്രാ. നമ്മളിവിടെ അൾട്രാ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അത് നമ്മുടെ തംബ്നെയിൽ നമ്മൾ സെലക്ട് ചെയ്ത് ഇതേപോലെ ആഡ് വരും. കാര്യം നമ്മളിത് ഫ്രീ ആയിട്ടാണ് ഈ ആപ്പ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആഡ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതാ ഓക്കെ ആയി. അപ്പോൾ നമ്മൾ ഇനി നമുക്കിത് ഗാലറി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ തംബ്നെയിൽ അവിടെ കിടക്കുന്നത് കാണിച്ചിട്ട് ഗാലറി പോകുന്നു, pixelab എടുക്കുന്നു. നമ്മൾ തംബ്നെയിൽ അവിടെ സെലക്ട് ആയി. ഇനി ഞങ്ങൾക്ക് ഇത് വന്നിട്ട് നമ്മളെ വീഡിയോ അപ്ലോഡ് ആണല്ലോ, അത് വൈറ്റി സ്റ്റുഡിയോ പോകുന്നു. നിങ്ങളുടെ ഏത് വീഡിയോ ആണോ കണ്ടന്റ് എടുക്കുക, ആ വീഡിയോ സെലക്ട് ചെയ്യുന്നു. ആ വീഡിയോ സെലക്ട് ചെയ്ത ശേഷം ഈ ടോപ്പിൽ റൈറ്റ് നിന്ന് അവിടെ ഒരു പെൻസിൽ മാർക്ക് ഉണ്ടോ, ഇവിടെ നമ്മൾ താക്കുക. താത്ത ശേഷം ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ഒരു പെൻസിൽ മാർക്ക് വരും, ഇവിടെ താക്കുക. താത്തിട്ട് ഡൗൺലോഡ് തംബ്നെയിൽ, അല്ലെങ്കിൽ ചേഞ്ച് തംബ്നെയിൽ. ചേഞ്ച് തംബ്നെയിലിൽ പോയാൽ നമുക്ക് ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തംബ്നെയിൽ കിട്ടും. ഇവിടെ നമ്മൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുത്ത തംബ്നെയിൽ ചേഞ്ച് ചെയ്തിട്ട് പുതിയ തംബ്നെയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് തംബ്നെയിൽ ചേഞ്ച് ചെയ്യുന്നതായിട്ടുള്ള ഇന്നത്തെ എൻ്റെ ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് വീണ്ടും കാണാം. ബൈ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടു, വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു. വളരെ വിശദമായിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. തുടർന്നും ഇത് ഒരു പ്രൈമറി ക്ലാസ് ആണ്. തുടർന്നും ഇതേ സബ്ജക്റ്റ് തന്നെ നല്ല രീതിയിൽ വീണ്ടും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും definitely subscribe and support, like and share. Thank you. Bye. See you next video.